ഇന്ന് നമുക്ക് സോഫ്റ്റ്വെയർ ടൂൾ ഉപയോഗിച്ച് ഒരു സർക്യൂട്ട് വരച്ച് അത് സിമുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സർക്യൂട്ട് വരച്ച് സിമുലേറ്റ് ചെയ്യാനായിട്ട് പല സോഫ്റ്റ്വെയർ ഉണ്ട്. അതിലൊരെണ്ണമാണ് പ്രോട്ടീസ്, മറ്റൊന്നാണ് ഓർക്കാഡ്, അതുപോലെ വേറെ പല സോഫ്റ്റ്വെയർ ടൂളുകളും ഉണ്ട്. അപ്പൊ ഞാൻ ഇന്നിവിടെ പറയുന്നത് പ്രോട്ടീസ് എന്നൊരു സോഫ്റ്റ്വെയർ ആണ്. ബിഗിനേഴ്സിന് പഠിക്കാവുന്ന രീതിയിൽ ഒരു ചെറിയൊരു സർക്യൂട്ട്. ഇപ്പം ഞാനിവിടെ ചെയ്യുന്നത് അസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്റർ സർക്യൂട്ടാണ്. അത് LED ബ്ലിങ്ക് ചെയ്യുന്ന ഒരു സർക്യൂട്ട് നമ്മൾ ഡ്രോ ചെയ്ത് അത് സിമുലേറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ ഓൾറെഡി പ്രോട്ടീസ് 8 പ്രൊഫഷണൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഐക്കണാണിത്. ആ ഐക്കണിൽ നമുക്കൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇത് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ പ്രോട്ടീസിന്റെ ഒരു വിൻഡോ നമുക്ക് കിട്ടും. നമ്മൾ ഏതൊരു പ്രോജക്റ്റ് ചെയ്യണമെങ്കിലും ഒരു പുതിയ പേജ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ ഫയലിൽ നിന്ന് ഒരു ന്യൂ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യാണ്. ന്യൂ പ്രോജക്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പുതിയ വിൻഡോ വരും. നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റ് എന്താണെങ്കിൽ അതിന്റെ നെയിം കൊടുക്കാനുള്ള സ്ഥലമാണിത്. ഞാനിവിടെ അസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്റർ ആണ് ചെയ്യുന്നത്. അസ്റ്റബിൾ എന്ന് പേര് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്ന സർക്യൂട്ട് എവിടെ സേവ് ചെയ്യണമെന്നുള്ളതാണ് പാത്ത് വരുന്നത്. റൈറ്റ് സൈഡിൽ ബ്രൗസ് എന്ന് പറഞ്ഞ് ഒരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് പാത്ത് കിട്ടും. D ഡ്രൈവ് ആണ് എടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡ്രൈവ് സെലക്ട് ചെയ്യാം. ഡ്രൈവ് ഒന്ന് ഓപ്പൺ ചെയ്തു. ഇനി നമുക്ക് ഫോൾഡർ സെലക്ട് ചെയ്യണം. നമുക്കിവിടെ അതിനായിട്ട് ഫോൾഡർ ഇല്ലെങ്കിൽ ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ ന്യൂ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫോൾഡർ എടുത്തിട്ട് ഒരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഫോൾഡറിന്റെ പേര് ഇവിടെ കൊടുക്കാം. ഞാനിവിടെ പ്രോജക്റ്റ് എന്ന് പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ ഫോൾഡർ ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രം മതി ഈ ഫോൾഡർ ഓപ്പൺ ചെയ്യേണ്ട. ഇപ്പൊ നമ്മുടെ പാത്ത് D ഡ്രൈവില് നമ്മുടെ ഒരു ഫോൾഡറിന്റെ പേരുണ്ട്. ആ പേര് ഇവിടെ വന്നിട്ടുണ്ട്. അത്രയും വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നെയിമുമായി പാത്തുമായി അത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റിന്റെ ഒരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് എടുക്കുമ്പോൾ അടുത്തൊരു പേജ് വന്നു. ഇതിൽ നമുക്ക് സ്കിമാറ്റിക് ഡയഗ്രാം ആണോ വരയ്ക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊരു സർക്യൂട്ട് വരയ്ക്കണമെങ്കിൽ സ്കിമാറ്റിക് ഡയഗ്രാം തന്നെ വേണം. ക്രിയേറ്റ് സ്കിമാറ്റിക് ഡയഗ്രാം എന്നുള്ളത് അവിടെ ഡിഫോൾട്ട് ആയിട്ട് ഹൈലൈറ്റഡ് ആണ്. ഇനി ഹൈലൈറ്റഡ് അല്ലെങ്കിൽ നമ്മളിത് ഹൈലൈറ്റ് ചെയ്യുക. ക്രിയേറ്റ് സ്കിമാറ്റിക് എടുക്കുക. എന്നിട്ട് നമുക്കിനി നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ അടുത്ത പേജ് വരുന്നത് ഇവിടെ PCB നമ്മൾ ക്രിയേറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ്. വെറുതെ ഒരു സർക്യൂട്ട് വരച്ച് സിമുലേറ്റ് ചെയ്യാൻ മാത്രമുള്ളതാണെങ്കിൽ നമുക്ക് ഡു നോട്ട് ക്രിയേറ്റ് PCB ലേഔട്ട് എന്നുള്ളത് സെലക്ട് ചെയ്താൽ മതി. ഇനി ഈ സർക്യൂട്ടിന്റെ ചെയ്തിട്ട് നമുക്ക് അതിന്റെ PCBയും കൂടെ വരയ്ക്കേണ്ടതാണെങ്കിൽ നമുക്ക് ഇവിടെ ക്രിയേറ്റ് PCB ലേഔട്ട് എന്ന് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഇപ്പം PCB ചെയ്യുന്നില്ല. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മളൊരു സർക്യൂട്ട് ഡ്രോ ചെയ്ത് സിമുലേറ്റ് ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്. ഇനി PCB ചെയ്യുന്നത് അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. അപ്പൊ ഞാനിവിടെ ഡു നോട്ട് ക്രിയേറ്റ് PCB ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് നെക്സ്റ്റ് വീണ്ടും ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ PCB സെലക്ട് ചെയ്യാത്തത് കൊണ്ട് പ്രത്യേകിച്ച് ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. നെക്സ്റ്റ് അടിച്ച് നമുക്കിനി ഫിനിഷ് കൊടുക്കാം. അപ്പൊ ഫിനിഷ് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു പുതിയ പേജ് വരും. ഇതില് ഒരു ബ്ലൂ ബോർഡർ ലൈൻ ഉണ്ട്. ഈ ഒരു ബോർഡർ ലൈനിലാണ് നമ്മൾ സർക്യൂട്ട് വരയ്ക്കുന്നത്. അപ്പൊ ആ ഒരു ബോർഡർ ലൈന് നമുക്ക് ഇവിടെയെങ്കിൽ ഈ ഒരു ഏരിയയിൽ കർസർ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ക്രോസ് കർസർ വന്നു കഴിയുമ്പോൾ ഇത് മൂവ് ചെയ്യും. വീണ്ടും നമ്മൾ ഒന്നോടെ ക്ലിക്ക് ചെയ്താൽ അത് ആരോ കർസറായി. പിന്നെ മൗസ് മൂവ് ചെയ്താലും അത് മൂവ് ചെയ്യല. അപ്പൊ നമുക്ക് ഈ ഒരു പോർഷനെ സെന്റർ ആയിട്ട് എടുക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ക്രോസ് കർസർ ആവും. പിന്നെ മൗസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൂവ് ചെയ്യും. നമുക്ക് വേണ്ട ഒരു പൊസിഷനിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ അതവിടെ സ്റ്റോപ്പായിട്ട്. ഇനി ഇതിലിവിടെ കുറച്ച് ടൂൾസ് ഉണ്ട്. ആ ടൂൾസ് ഒക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ഈ ലെഫ്റ്റ് സൈഡിൽ ഇതിലൊരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് സെലക്ഷൻ മോഡ്. നമുക്കൊരു പർട്ടിക്കുലർ കമ്പോണന്റ് അല്ലെങ്കിൽ ഒരു വയർ ഒക്കെ സെലക്ട് ചെയ്യണമെങ്കിൽ ഈ സെലക്ഷൻ മോഡ് ക്ലിക്ക് ചെയ്തിട്ട് ആ പർട്ടിക്കുലർ കമ്പോണന്റോ അല്ലെങ്കിൽ വയറിലോ ക്ലിക്ക് ചെയ്താൽ അത് സെലക്ട് ആവും. അതിനുള്ളതാണ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ അതൊന്നുകൂടെ നോക്കാം. അടുത്ത ടൂളാണ് കമ്പോണന്റ് മോഡ്. അപ്പൊ കമ്പോണന്റ് മോഡിലാണ് നമ്മൾ ഓരോ കമ്പോണന്റ് ഇവിടേക്ക് പ്ലേസ് ചെയ്യുന്നത്. അതുപോലെ കുറച്ച് ടൂൾസ് ഉണ്ട്. ജംഗ്ഷൻ മോഡുണ്ട്, ജംഗ്ഷൻ ഡോട്ട് മോഡുണ്ട്, വയർ ലേബൽ മോഡുണ്ട്. അങ്ങനെ പല ടൂൾസ് ഉണ്ട്. അപ്പൊ ആ ടൂൾസ് എല്ലാം ഒന്നിങ്ങനെ നമ്മൾ അതിന്റെ നേരെ കർസർ വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ടൂൾസ് എന്താണ്. പിന്നെ നമുക്ക് ഓരോ ആവശ്യം വരുമ്പം ഇന്ന ടൂൾ എടുത്താൽ കിട്ടും എന്നുള്ളത് അറിയാം. ഓരോ ടൂൾ എന്താണ് എന്ന് മാത്രം ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മൗസ് ഒന്ന് മൂവ് ചെയ്ത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് ടെർമിനൽ മോഡ് ഉപയോഗിക്കുന്നുണ്ട്. ഈ ടെർമിനൽ മോഡിൽ നിന്നാണ് നമ്മൾ ഗ്രൗണ്ട് ഒക്കെ എടുക്കുന്നത്. അതുപോലെ ഇതുണ്ട് ഡിവൈസ് പിൻ മോഡ്, പിന്നെ ഗ്രാഫ് മോഡ്, ഇത് ആക്റ്റീവ്
പോപ്പപ്പ് മോഡ്, ഇത് ജനറേറ്റർ മോഡിൽ നമുക്ക് DC സോഴ്സ് ഒക്കെ എടുക്കാൻ പറ്റും. പ്രോബ് മോഡ്, ഇത് ഓരോ ഇൻസ്ട്രുമെന്റ്സ് ആണ്. അങ്ങനെ നമുക്ക് അത്യാവശ്യം വേണ്ട ടൂൾസ് എല്ലാം ഉണ്ട്. ഇനി ഞാനിത് കമ്പോണന്റ് മോഡിലേക്ക് വരുവാണ്. നമുക്ക് കമ്പോണന്റ് മോഡ് എടുക്കണമെങ്കിൽ ഇവിടെ PL എന്ന് പറഞ്ഞ് 2 ആൽഫബറ്റ് കൊടുത്തിട്ടുണ്ട്. L എന്ന് പറഞ്ഞ ലൈബ്രറിയാണ്. നമുക്ക് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലൈബ്രറി ഓരോന്നും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ ലൈബ്രറിയിൽ എന്തൊക്കെ കമ്പോണൻസ് ഉണ്ട് എന്ന് നമുക്ക് കാണാം. അതുപോലെ നമുക്ക് ഇതിലേക്ക് വീണ്ടും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ സ്കീമാറ്റിക് ഡയഗ്രാം. ഇതാണ് ഞാനിപ്പോൾ ലൈബ്രറി എടുത്ത് കണ്ട്. ഇപ്പോൾ ലൈബ്രറി ഞാനിപ്പോൾ അങ്ങ് ക്ലോസ് ചെയ്യുകയാണ്. നമുക്ക് ലൈബ്രറി ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അത് കാണിച്ചെന്നേ ഉള്ളൂ. നമുക്ക് കമ്പോണൻസ് എടുക്കണമെങ്കിൽ ഈ PL ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. P എന്ന് പറയുന്നത് പിക് ഡിവൈസ് ആണ്. അപ്പൊ നമുക്ക് ഈ പിക് ഡിവൈസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇതില് നമുക്ക് ഏത് കമ്പോണന്റ് ആണ് വേണ്ടതെങ്കിൽ ആ കമ്പോണന്റ് പേരടിക്കാം, അല്ലെങ്കിൽ ആ കമ്പോണന്റിലെ പേരിന്റെ ജസ്റ്റ് 2-3 ആൽഫബറ്റ് അടിച്ച് അതിന്റെ ഒരു കീവേഡ് കൊടുത്താലും മതി. നമുക്ക് റെസിസ്റ്റൻസ് ആണെങ്കിൽ ഇവിടെ RES എന്നടിച്ചാൽ, അപ്പൊ RES കൂട്ടിയുള്ള പലതും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് സാധാ റെസിസ്റ്റൻസ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കണം. സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ റെസിസ്റ്റൻസ് ഡിവൈസ് ജനറിക് റെസിസ്റ്റർ സിമ്പൽ, ഇതാണ് ഒരു നോർമൽ റെസിസ്റ്റർ. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പിക്കിന്റെ താഴെ റെസിസ്റ്റൻസ് വന്നു. ഇനി നമുക്ക് അടുത്ത കമ്പോണൻസ് എടുക്കണമെങ്കിൽ വീണ്ടും നമ്മൾ അതിന്റെ കീവേഡ് അടിച്ചാൽ മതി. ഒരു കപ്പാസിറ്റർ എടുക്കാം. കപ്പാസിറ്റർ അടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ കപ്പാസിറ്റർ ഇതുണ്ട്. ഇവിടെ ഡിവൈസിലെ ജനറിക് നോൺ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ, തൊട്ട് താഴെ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ, അതിൻ്റെ താഴെ പോളറൈസ്ഡ് കപ്പാസിറ്റർ. അപ്പോൾ അതിൻ്റെ എല്ലാ സിമ്പിൾ ഈ സൈഡിൽ വരും. നമ്മൾ എടുക്കുന്ന ഏത് ഡിവൈസ് ആണോ ആ ഡിവൈസിന്റെ സിമ്പിൾ ഇവിടെ വരും. ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ എടുക്കാം. അതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യണം. ഡിവൈസിന് താഴെ കപ്പാസിറ്ററുമായി റെസിസ്റ്റൻസുമായി 555 ടൈമർ ഉപയോഗിച്ച് ഒരു അസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്റർ ആണ്. LED ബ്ലിങ്ക് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് ചെയ്യുന്നത്. LED അടിക്കാം. LED അടിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ലിസ്റ്റ് ഇവിടെ വരും. ആ ലിസ്റ്റ് വരുമ്പം ഇത് കണ്ടോ, ഇതിൽ സാധാ LED ഉണ്ട്. ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സിമ്പിൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ സർക്യൂട്ട് സിമുലേറ്റ് ചെയ്യുന്ന സമയത്ത് LED ബ്ലിങ്ക് ചെയ്യല. അപ്പൊ നമുക്ക് LED ബ്ലിങ്ക് ചെയ്യണമെങ്കിൽ അവിടെ ആനിമേറ്റഡ് LED വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പൊ ഇത് നോക്കിയാൽ ആനിമേറ്റഡ് LED ആക്റ്റീവ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ ബൈ കളർ ഉണ്ട്, സിംഗിൾ കളർ ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു സിംഗിൾ കളർ LED മതി. അതിൽ പല കളർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളർ നമ്മളിവിടെ സെലക്ട് ചെയ്യാം. പർപ്പിൾ കളർ അങ്ങ് എടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് 555 ടൈമർ ആണ്. 555 അടിച്ചു കഴിഞ്ഞാൽ 555 ഒരു കീ ആണ്. അപ്പൊ ആ കീ കൂട്ടിയുള്ള മുഴുവൻ ലിസ്റ്റ് നമുക്ക് വരുന്നുണ്ട്. 555 അനലോഗ് ടൈമർ ഓസിലേറ്റർ, ഇതാണ് നമുക്ക് വേണ്ടത്. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതും സെലക്ട് ആയി. അപ്പൊ നമുക്ക് വേണ്ട കമ്പോണൻസ് എല്ലാം സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പിക് ഡിവൈസിന്റെ ഈ വിൻഡോ ക്ലോസ് ചെയ്യാം. അപ്പൊ നമുക്ക് വേണ്ട കമ്പോണൻസ് എല്ലാം ഉണ്ട്. ആദ്യമേ IC ഉണ്ടെങ്കിൽ ഒരു IC വേണം ആദ്യമേ വെക്കാൻ. ICയുടെ പിന്നെ ഓരോ പിന്നിലെയും കമ്പോണൻസ് നമ്മൾ സർക്യൂട്ട് അനുസരിച്ച് കൊടുത്താൽ മതി. അപ്പൊ ഞാനിവിടെ IC സെലക്ട് ചെയ്തു. അപ്പൊ ഞാനിവിടെ സെലക്ട് ചെയ്ത കമ്പോണന്റ് എന്താണെങ്കിൽ ഈ ഒരു ഏരിയയിൽ അത് നമുക്ക് കാണാൻ പറ്റും. ഈ മൗസ് ഇവിടെ ആയിരിക്കുമ്പോൾ ആരോ കർസറാണ്. ഇനി നമ്മുടെ ഒരു വർക്കിംഗ് പ്ലേസിലേക്ക് വരുമ്പോൾ ഇത് പെന്നിന്റെ കർസറായി. അപ്പൊ ഈ പെൻ കർസർ എന്ന് പറഞ്ഞാൽ കമ്പോണന്റ് മോഡാണ്. ഇവിടെ കമ്പോണന്റ് മോഡ് ഹൈലൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി ഞാൻ ഇവിടെ ഇതിങ്ങനെ വന്നിട്ട് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ IC ഈ ഒരു വർക്കിംഗ് ഏരിയയിലേക്ക് വന്നിട്ട് പിന്നെ മൗസ് മൂവ് ചെയ്ത് ഇത് എങ്ങോട്ട് വേണേലും മൂവ് ചെയ്യും. നമുക്ക് എവിടെയാണോ ഇത് ഫിറ്റ് ചെയ്യേണ്ടത്, നമ്മുടെ ഒരു സെലക്റ്റഡ് ഏരിയ എവിടെയാണോ അവിടെ വെച്ചിട്ട് വീണ്ടും രണ്ടാമത് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ IC അവിടെ പ്ലേസ്ഡ് ആയി. ഇനി നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്താൽ വീണ്ടും IC വന്നുകൊണ്ടിരിക്കും. ഇതുണ്ടോ, എത്ര തവണ നമ്മൾ ക്ലിക്ക് ചെയ്താലും അത്രയും തവണ IC വന്നുകൊണ്ടിരിക്കും. അപ്പം ഞാനിത് സെലക്ട് ചെയ്ത് ഒന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. നമുക്ക് ഒറ്റ IC മതി. എസ്കേപ്പോ അല്ലെങ്കിൽ മൗസിൽ റൈറ്റ് ക്ലിക്കോ അടിച്ചാൽ നമ്മൾ ആ സെലക്റ്റഡ് കമ്പോണന്റിൽ നിന്ന് പുറത്തായി. ഇനി അടുത്ത കമ്പോണൻസ് നമുക്കിതിലേക്ക് റെസിസ്റ്റൻസ് കൊടുക്കാം. അസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്ററിന് 3 റെസിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. ആ 3 റെസിസ്റ്റൻസ് പ്ലേസ് ചെയ്യാം. അപ്പൊ 3 റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്കിത് 3 തവണ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിന്റെ വാല്യൂ നമ്മൾ പിന്നീട് മാറുകയാണ്. അപ്പൊ നമുക്ക് ഡിഫോൾട്ട് ആയിട്ടുള്ള വാല്യൂവിൽ 3 റെസിസ്റ്റൻസ് ഇതിൽ നമുക്ക് പ്ലേസ് ചെയ്യാം. ഇനി നമുക്കിത് കുറച്ചുകൂടി വലുതായിട്ട് കാണണമെങ്കിൽ ഇവിടെ സൂം ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ മൗസിൽ നമ്മളൊന്ന് ആ സ്ക്രോൾ ബട്ടൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞാൽ നമുക്ക് സൂം ഇൻ സൂം ഔട്ട് ആവും. സൂം ഇന്നും സൂം ഔട്ടും ഉണ്ട്, സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ വലുതായിട്ട് കാണാൻ പറ്റും. ഇതിനെ ഒന്ന് പൊസിഷൻ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിത് റൊട്ടേറ്റ് ചെയ്യാം. ഇനി ഇതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യണമെങ്കിൽ വീണ്ടും റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. അതിൽ എഡിറ്റ് പ്രോപ്പർട്ടീസ് കൊടുത്താൽ നമുക്ക് ഇതുപോലെ ഒരു വിൻഡോ വരും. സർക്യൂട്ടിലെ വാല്യൂ ഏതാണോ അതനുസരിച്ച് റെസിസ്റ്റൻസിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റും.
അപ്പോൾ നമുക്ക് ഇവിടെ 1K റെസിസ്റ്റർ ആണ് വേണ്ടത്. ഞാനിവിടെ അതിൽ 10K ആണ് ഡിഫോൾട്ടായിട്ട് വരുന്നത്. 10Kയുടെ 0 അങ്ങ് ഡിലീറ്റ് ചെയ്തു. ഇനി അല്ലെങ്കിൽ 1K അടിച്ചാൽ മതി. ഇനി റെസിസ്റ്റൻസ് ഓമിലാണെങ്കിൽ നമ്മളിവിടെ വാല്യൂ മാത്രം അടിച്ചാൽ മതി. പ്രത്യേകിച്ച് ആൽഫബറ്റ് ഒന്നും കൊടുക്കണ്ട. കിലോ ഓം ആണെങ്കിൽ K കൊടുക്കുക, മെഗോ ഓം ആണെങ്കിൽ M കൊടുക്കുക. ഇനി അടുത്ത റെസിസ്റ്റൻസ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. നമുക്ക് സർക്യൂട്ടിൽ വേണ്ട പൊസിഷൻ ഏതാണോ ആ പൊസിഷനിൽ റൊട്ടേറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിന്റെ വാല്യൂ മാറ്റുകയാണ്. ഇതിന്റെ വാല്യൂ 470K ആണ് ഞാൻ കൊടുക്കുന്നത്. റെസിസ്റ്റൻസിന്റെയും കപ്പാസിറ്ററിന്റെ ഒക്കെ വാല്യൂ എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസി അനുസരിച്ചാണ് നമ്മൾ എടുക്കുന്നത്. അതൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഡിസൈൻ പറയുന്നില്ല. സർക്യൂട്ട് നമ്മൾ സിമുലേറ്റ് ചെയ്യാനായിട്ടൊരു സർക്യൂട്ട് വരച്ച് എങ്ങനെയാണ് സിമുലേറ്റ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. ഇത് 470K ആണ് ഞാനിവിടെ എടുക്കുന്നത്. അതുകൊണ്ട് 470Kയുടെ വാല്യൂ ഞാനിവിടെ ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഓക്കെ കൊടുക്കാം. അപ്പം അതിന്റെ വാല്യൂ കറക്റ്റ് ചെയ്തു. ഇനി ഇതിന്റെ വാല്യൂ നമുക്കൊരു LED കൊടുക്കാനാണ്. കറണ്ട് ലിമിറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന റെസിസ്റ്റൻസ് ആണ്. ഒരു 1K താഴെ ആയാലും മതി. ഇപ്പൊ ഞാനിവിടെ 1K കൊടുക്കുകയാണ്. അത് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യമേ റൊട്ടേറ്റ് ചെയ്യാം. വീണ്ടും ഒന്നുകൂടെ റൈറ്റ് ക്ലിക്ക് കൊടുത്ത് എഡിറ്റ് പ്രോപ്പർട്ടീസ് കൊടുത്തിട്ട് അതിന്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പൊ അതും 1K ആക്കുകയാണ്. അപ്പൊ അതിന്റെ വാല്യൂ 1K ആക്കി. ഇനി നമുക്ക് അതും ഓക്കെ അടിക്കാം. അപ്പൊ നമ്മൾ റെസിസ്റ്റൻസ് 3 പ്ലേസ് ചെയ്തു. അതിന്റെ പൊസിഷനൊക്കെ കറക്റ്റ് ചെയ്ത് റൊട്ടേറ്റ് ഒക്കെ ചെയ്ത് അതിന്റെ വാല്യൂവും കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്ത കപ്പാസിറ്റർ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യും. അതൊന്നുകൂടെ സെലക്ട് ചെയ്ത് നമുക്ക് റൊട്ടേറ്റ് കൊടുക്കാം. അതിന്റെ വാല്യൂ 1μF തന്നെയാണ്. ഇപ്പൊ ഞാനിവിടെ ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്യട്ടെ. ഇനി നമുക്ക് പ്ലേസ് ചെയ്യാനുള്ളത് LED ആണ്. അപ്പൊ ഞാൻ LED സെലക്ട് ചെയ്തു. ആ LED ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് വെക്കാം. LED പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഇതിനെ നമുക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഇതിനെ ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ക്ലിക്ക് ആൻഡ് ഡ്രാഗ്. ഇതുണ്ടോ, നമുക്കിങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇതിനെ മാറ്റാൻ പറ്റും. ഇപ്പൊ നമ്മുടെ കമ്പോണൻസ് എല്ലാം പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൊടുക്കേണ്ടത് വയറിംഗ് ആണ്. കമ്പോണന്റ് മോഡ് എടുത്താൽ മാത്രമേ നമുക്ക് വയർ വരയ്ക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ കമ്പോണൻസ് ആണ് ആദ്യമേ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് കമ്പോണന്റ് മോഡ് ആയിരിക്കും. ഇപ്പൊ ഞാൻ ഈ കമ്പോണന്റ് മോഡ് സെലക്ട് അല്ലെങ്കിൽ വീണ്ടും ഒന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് വീണ്ടും കാണിക്കുന്നത്. ചില സമയം നമ്മളിവിടെ വയർ വരയ്ക്കാൻ നോക്കുമ്പോൾ സെലക്ഷൻ മോഡിലാണ് കിടക്കുന്നതെങ്കിൽ ഭാരമാണ്. അപ്പൊ നമുക്ക് അതങ്ങനെ പെട്ടെന്ന് വരയ്ക്കാൻ പറ്റില്ല. കമ്പോണന്റ് മോഡിലാണ് പെന്നിന്റെ കർസർ വരും. പിന്നെ നമുക്ക് എവിടെ നിന്നാണോ വയർ വരയ്ക്കേണ്ടത് അവിടെ കൊണ്ട് ഈ കർസർ ഒന്ന് വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുക. നമുക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് അവിടേക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ഇപ്പം നമ്മളിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പൊസിഷനിൽ വേണമെങ്കിൽ അവിടുന്ന് സൈഡിലേക്ക് മാറണമെങ്കിൽ നമുക്ക് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് അങ്ങ് പോവുകയാണെങ്കിൽ ഇതിങ്ങനെ മുകളിലോട്ടും താഴോട്ടും ആ കൂടെ പോകില്ല. അങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. അല്ലാതെ നമുക്ക് വേണേൽ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് കറക്റ്റ് അവിടെ വെക്കാം. ഇപ്പം ഞാൻ 8ഉം ഈ R1 കൂടെ കണക്ഷൻ കൊടുത്തു. അതിൽ 4ഉം 8ലേക്ക് ഷോർട്ട് ചെയ്യാനുണ്ട്. അപ്പം ഞാനത് സർക്യൂട്ട് അതനുസരിച്ച് ഇങ്ങനെ അതോടെ വരയ്ക്കുകയാണ്. 4ഉം ഇപ്പം 8ഉം 4ഉം കൂടെ ഷോർട്ടായി. അത് നമ്മൾ R1ലേക്ക് കണക്ഷൻ കൊടുത്തു. ഇനി R1 R2 തമ്മിൽ കണക്ഷൻ ഉണ്ട്. അതും ഡ്രോ ചെയ്തുമാണ്. R2ഉം C1ഉം തമ്മിലാണ്. നമ്മൾ ഒരിടത്ത് സെലക്ട് ചെയ്ത് അടുത്ത പോയിന്റിൽ ചെന്ന് അവിടെ ക്ലിക്ക് ചെയ്ത് ആ വയറോടെ കണക്റ്റ് ആയി. പിൻ നമ്പർ 3 ആണ് ഇതിന്റെ ഔട്ട്പുട്ട് എടുക്കുന്നത്. പിൻ നമ്പർ 3ൽ നിന്ന് ഈ റെസിസ്റ്റൻസിലേക്ക് കണക്ഷൻ കൊടുക്കുക. R3യിലേക്കാണ് കൊടുത്തു. ഇനി ഈ റെസിസ്റ്റൻസും LEDയും തമ്മിലുള്ള കണക്ഷൻ ഉണ്ട്. അതും കൊടുക്കുക. ഇനി 7ാമത്തെ പോയിന്റ് എടുത്തിട്ട് നമുക്ക് R1 R2ന്റെ സെന്റർ പോയിന്റിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അവിടേക്ക് കൊണ്ടുവരാം. ഇതിങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്തെടുക്കുക. അത് ഇനി ക്രോസ് ചെയ്യണമെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാതെ നേരെ അങ്ങ് ക്രോസ് ചെയ്താൽ മതി. ഈ ഒരു പോയിന്റ് ഇവിടെ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മളവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഡോട്ട് വരും. ആ ഡോട്ട് ഇല്ലെങ്കിൽ നമുക്ക് നേരെ ക്ലിക്ക് ചെയ്യാതെ അങ്ങ് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ വയർ നമുക്ക് നേരെ അങ്ങ് കൊണ്ടുപോകാം. അപ്പം നമുക്ക് എവിടെ വെച്ചാണോ ക്രോസ് ചെയ്യേണ്ടത് അതുപോലെ ക്രോസ് ചെയ്ത് അങ്ങ് കൊണ്ടുപോയാൽ മതി. നമുക്ക് ജോയിൻ ചെയ്യേണ്ട പോർഷനിൽ ചെല്ലുമ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്യും. അപ്പോൾ അവിടെ ഒരു ഡോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ജോയിൻ്റ് ആയി. അപ്പോൾ ജോയിൻ ചെയ്യേണ്ടെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാതെ നേരെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോന്നാൽ മതി. പിൻ നമ്പർ 6ഉം 2ഉം കൂടെ ഷോർട്ട് ചെയ്തിട്ട് R2ന്റെ C1ന്റെ ഇടയ്ക്ക് ജംഗ്ഷനിൽ നമ്മൾ കണക്ഷൻ കൊടുക്കണം. ഇനി ബാക്കി ഇതിന്റെ താഴോട്ടുള്ള ഭാഗം കൂടെ നമുക്ക് കൊടുക്കാം. LED കണക്ഷൻ കൊടുത്തു. പിൻ നമ്പർ 1 നമുക്ക് ഇവിടേക്ക് ജോയിൻ ചെയ്യാം. അപ്പം നമ്മുടെ സർക്യൂട്ട് തീർന്നു. ഇനി നമുക്ക് ഗ്രൗണ്ടും VCC ആണ് കൊടുക്കേണ്ടത്. അപ്പം ഗ്രൗണ്ടും VCCയും കൊടുക്കാൻ ഞാൻ ആദ്യമേ ടൂൾസ് പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു. ഈ സൈഡ് ടൂൾസ് ഉണ്ട്. ഗ്രൗണ്ട് കൊടുക്കാൻ ടെർമിനൽ മോഡാണ്. അപ്പം ഈ ടെർമിനൽ മോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ലിസ്റ്റ് വരുന്നുണ്ട്. പിക് ഡിവൈസിന്റെ താഴെ അതിൽ ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം.
അപ്പോൾ ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ഈ ഗ്രൗണ്ട് ഒരിക്കലും നമ്മൾ ഈ ലൈനിൽ കൊണ്ടുപോയി അങ്ങ് പ്ലേസ് ചെയ്യരുത്. അങ്ങനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണക്ഷൻ കിട്ടത്തില്ല. അപ്പോൾ ഗ്രൗണ്ട് എപ്പോഴും മാറ്റി അങ്ങ് വെക്കുക. അതിനുശേഷം നമ്മൾ വയറിട്ട് കണക്ഷൻ ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് VCC കൊടുക്കണം. DC സോഴ്സ് ആണ് കൊടുക്കുക. ജനറേറ്റർ മോഡൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ DC ആണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ DC എടുത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒന്നൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ DC സോഴ്സിനുള്ളൊരു സിമ്പൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് കണക്ഷൻ കൊടുക്കാം. അപ്പോൾ ഇവിടെ നിന്നൊരു വയറെടുത്ത് നമുക്ക് DC സോഴ്സ് കൊടുക്കേണ്ട ആ ഒരു പോയിന്റിലേക്ക് കണക്ഷൻ കൊടുക്കുക. കണക്ഷൻ കൊടുത്തു. ഇനി ഇപ്പം ഞാനിവിടെ ഒരു സിമ്പിൾ കൊടുത്തതേ ഉള്ളൂ. ഈ DC സോഴ്സിന് നമുക്ക് സപ്ലൈ നമ്മൾ വേരി ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് എഡിറ്റ് പ്രോപ്പർട്ടി എടുക്കുക. എഡിറ്റ് പ്രോപ്പർട്ടിയിൽ നമുക്കിവിടെ വോൾട്ടേജ് DC വോൾട്ടേജ് DC എന്നുള്ള ഡിഫോൾട്ടായിട്ട് തെളിഞ്ഞ് നിൽപ്പുണ്ട്. അപ്പം നമ്മളിവിടെ ജസ്റ്റ് വോൾട്ടേജ് മാത്രം മാറ്റിയാൽ മതി. വോൾട്ടേജ് നമുക്കിവിടെ 9 വോൾട്ടാണ് കൊടുക്കേണ്ടത്. അപ്പം 9 മാത്രം അടിക്കുക. വോൾട്ടേജ് എന്നുള്ളത് ഇവിടെ ഉണ്ട്, പിന്നെ V അടിക്കേണ്ടതില്ല. അപ്പം 9 ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ഓക്കെ അടിക്കുക. അപ്പം നമ്മുടെ പവർ സപ്ലൈ 9 ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. സർക്യൂട്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളിത് സേവ് ചെയ്യുക. സേവ് ചെയ്യാനായിട്ട് ഫയൽ എടുക്കുക. ഫയലിൽ സേവ് പ്രോജക്റ്റ് എടുക്കുക. അല്ലെങ്കിൽ ഇവിടെ സേവിൻ്റെ സിമ്പിളുണ്ട്. അപ്പം നമുക്ക് അത് നോക്കി സേവ് ചെയ്യാം. അപ്പം അത് ആദ്യമേ നമ്മൾ ഒരു ഫോൾഡർ സെലക്ട് ചെയ്ത് അതിൽ നമ്മുടെ പ്രോജക്റ്റിന് പേര് കൊടുത്തതേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ഈ പേജ് എടുത്തിട്ടാണ് നമ്മൾ ഇത്രയും സർക്യൂട്ട് വരച്ചത്. അപ്പം വരച്ചെല്ലാം കഴിയുമ്പോൾ നമ്മളിത് സേവ് ചെയ്താൽ മാത്രമേ ആ പേജിൽ ആ പേരിൽ ഈ സർക്യൂട്ട് സേവ് ആവുകയുള്ളൂ. ഇവിടെ പിൻ നമ്പർ 5 ഇപ്പം കണക്ഷൻ ഇല്ല. പിൻ നമ്പർ 5 വേണേൽ ഒരു 0.01 കപ്പാസിറ്റർ ഇട്ട് നമുക്ക് ഗ്രൗണ്ട് ചെയ്യാം. അത് ചെയ്തില്ലെങ്കിലും നമ്മുടെ അസ്റ്റബിൾ വർക്ക് ചെയ്യും. അപ്പം നമുക്ക് ഇതിന് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് ഇതുണ്ട്. ഇവിടെ ഒരു പ്ലേ ബട്ടൺ ഉണ്ട്, ഫോർവേഡ് ബട്ടൺ ഉണ്ട്, പോസ് ബട്ടൺ ഉണ്ട്, സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്. അപ്പം ഇതിൽ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സർക്യൂട്ട് കറക്റ്റ് ആണെങ്കിൽ LED ബ്ലിങ്ക് ചെയ്യും. ഇപ്പോൾ ഇവിടെ LED ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ LED കളറൊക്കെ മാറ്റണമെങ്കിൽ വേറെ LED എടുത്തൊക്കെ വെക്കാം. അതുപോലെ ഇതിൻ്റെ ഫ്രീക്വൻസി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണമെങ്കിൽ റെസിസ്റ്റൻസിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും വാല്യൂ ഒക്കെ മാറ്റിയാൽ മതി. LED ഒന്ന് മാറ്റി LED കളറൊന്ന് മാറ്റി കാണിക്കാം. സർക്യൂട്ട് ഒന്ന് പ്ലേ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കളറ് മാറ്റി വെക്കാം. അപ്പം ഞാൻ ആദ്യമേ ഇതൊന്ന് ഡിലീറ്റ് ചെയ്യട്ടെ. ഇപ്പോൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്കിതങ്ങ് ഡിലീറ്റ് കൊടുക്കാം. ഡിലീറ്റ് ഒബ്ജക്റ്റ് എടുത്താൽ മതി. അപ്പം നമുക്ക് ആ ഡിലീറ്റ് ചെയ്യാനുള്ളതും മാറി വെക്കാനുള്ളതും കൂടെയാണ് ഞാനിതിൽ കാണിച്ചു തരുന്നത്. അപ്പം ഞാൻ ഈ LED മാറുകയാണ്. ഡിലീറ്റ് ഒബ്ജക്റ്റ് കൊടുത്തു, LED പോയി. അപ്പം ഇനി നമുക്ക് പിക് ഡിവൈസിൽ പോയി പുതിയ കളറ് LED എടുക്കണം. അപ്പോൾ LED ടൈപ്പ് ചെയ്യുക. ഇനി ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള വേറൊരു കളർ എടുക്കാം. അപ്പം നമ്മൾ പർപ്പിളാണ് എടുത്തത്. ഇനി ബ്ലൂ കളർ എടുക്കാം. അപ്പോൾ ബ്ലൂ കളർ ഡബിൾ ക്ലിക്ക് ചെയ്തു, ഓക്കെ അടിച്ചു. ബ്ലൂ കളറും കൂടെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ബ്ലൂവിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ബ്ലൂ LED ഇവിടെ നമുക്കിതിവിടെ പ്ലേസ് ചെയ്തു. ഈ ബ്ലൂ LED ഇവിടെ ഞാൻ പ്ലേസ് ചെയ്തു. ഇനി ബ്ലൂ LEDയിലേക്കുള്ള കണക്ഷനുകളൊക്കെ ഒന്നുകൂടെ കൊടുക്കണം. അപ്പോൾ ഞാൻ വീണ്ടും കൊടുക്കുകയാണ്. ഉണ്ടാവും കണക്ഷനൊക്കെ കൊടുത്തു. ഇനി നമുക്കൊന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ LED കളറ് മാറി ബ്ലൂ കളറായി. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഇങ്ങനെ കളറ് മാറാം. ഇനി നമുക്ക് ഇതിൻ്റെ ഇത് സ്റ്റോപ്പ് ചെയ്യാം. ഇനി റെസിസ്റ്റൻസിൻ്റെയോ കപ്പാസിറ്റൻസിൻ്റെയോ വാല്യൂ മാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രീക്വൻസി കൂടുകയും കുറയുകയും ചെയ്യും. അപ്പോൾ ഞാനിവിടെ കപ്പാസിറ്റർ ഒന്ന് സെലക്ട് ചെയ്തിട്ട് അത് റൈറ്റ് ക്ലിക്ക് കൊടുത്ത് എഡിറ്റ് പ്രോപ്പർട്ടീസിൽ നമുക്കിതിൻ്റെ വാല്യൂ ഒന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ 1 mu off ആണ്. ഞാനതൊരു 2 mu off ആക്കി മാറ്റി. ഇനി നമുക്കത് ഓക്കെ കൊടുക്കാം. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ഇതുണ്ടോ അതിൻ്റെ ആ ഒരു ടൈം മാറിയിട്ടുണ്ട്. ആദ്യമേ കുറച്ചുകൂടെ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്ലോ ആയി. ഇപ്പോൾ ഫ്രീക്വൻസിയിൽ വേരിയേഷൻ വന്നു. ഇനി നമുക്ക് ഫ്രീക്വൻസി കൂട്ടി നോക്കാം. ഫ്രീക്വൻസി കൂട്ടാനായിട്ട് കപ്പാസിറ്ററിൻ്റെ വാല്യൂ കുറച്ചാൽ മതി. അപ്പോൾ ഞാൻ വീണ്ടും എഡിറ്റ് പ്രോപ്പർട്ടീസ് എടുത്തു. കപ്പാസിറ്ററിൻ്റെ വാല്യൂ ആദ്യമേ 1 mu off ആയിരുന്നു, പിന്നെ 2 mu off ആക്കി. അപ്പോൾ ഞാൻ കപ്പാസിറ്ററിൻ്റെ വാല്യൂ 0.47 mu off കൊടുക്കുകയാണ്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അല്ല ഫ്രീക്വൻസി കുറച്ചുകൂടെ കൂടി. അപ്പോൾ നമുക്ക് ഈ കപ്പാസിറ്ററിൻ്റെ വാല്യൂവിൻ്റെ സ്ഥാനത്ത് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ മാറ്റിയാലും മതി. അതിൻ്റെ ഫ്രീക്വൻസി കൂടുകയോ കുറയുകയോ ചെയ്യും. ഒരു സർക്യൂട്ടിൽ അത്യാവശ്യം ഡിലീറ്റ് ചെയ്യുന്നത്, സെലക്ഷന്, അങ്ങനെ പ്ലേ മോഡ്, ഇതെല്ലാം ഒന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാനിത് സ്റ്റോപ്പ് ചെയ്യുകയാണ്.
ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് പ്ലേ ഇടരുത് കേട്ടോ. നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് പ്ലേ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പ്രോട്ടീസ് കംപ്ലീറ്റ് സ്ക്രീൻ അങ്ങ് ഓഫായിപ്പോൾ. അപ്പോൾ കുറച്ച് നേരം നമ്മൾ പ്ലേ ഇട്ട് കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് പോസ് ചെയ്തിട്ട് വീണ്ടും പ്ലേ ചെയ്യാം. ഒരു 30 സെക്കൻഡ്സ് അല്ലെങ്കിൽ മാക്സിമം 1 മിനിറ്റ് കൂടുതൽ നമ്മൾ പ്ലേ ചെയ്യരുത്. അങ്ങനെ കണ്ടിന്യൂസ് അങ്ങ് പ്ലേ ആയിക്കഴിഞ്ഞാൽ പ്രോട്ടീസ് ചിലപ്പോൾ സ്ക്രീന് ഓഫായിപ്പോൾ. പിന്നെ നമ്മൾ വീണ്ടും പോയി നമ്മുടെ ഫോൾഡറിൽ പോയി ഓപ്പൺ ചെയ്ത് എടുക്കേണ്ടി വരും. അപ്പം ഞാനിത് സ്റ്റോപ്പ് ചെയ്യുകയാണ്. പ്രോട്ടീസിൽ PCB ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ടൈം കിട്ടുന്നത് പോലെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.